ഹലോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് കാണിച്ചു തരാം. രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചായയാണ് കുടിച്ചത്. നല്ല ചൂട് ചായ ഊതി ഊതി കുടിച്ചു. നല്ല തിളച്ച ചായ. എനിക്ക് നല്ല ചൂട് ചായ വേണം കുടിക്കാൻ. അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ടൈമായി. ഇപ്പം നേന്ത്രപ്പഴം ശർക്കര പാനിയിലിട്ടതാണ്. യൂട്യൂബിൽ കണ്ട റെസിപ്പിയാണ്. എൻ്റെ കൂടെ പപ്പടം വേണമായിരുന്നു. പപ്പടം ഇവിടെ ഇല്ല. പിന്നെ രാവിലെ ഞാൻ തന്നെ ഉണ്ടാക്കി കൊളാക്കിയൊരു ദോശ ഉണ്ടായിരുന്നു. അതാരും എടുത്തില്ല. പിന്നെ ഞാൻ തന്നെ അതെടുത്ത് കഴിച്ചു. അങ്ങനെ അതും കഴിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴാണോ അന്നദാനത്തിന് പോകണമായിരുന്നു. വീട്ടിൻ്റെ അടുത്ത അമ്പലത്തിൽ നിന്ന് അന്നദാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടോട്ട് വെച്ച് കുടിച്ചു. നല്ല ആളുണ്ടായിരുന്നു. ഇരുത്തിയാണ് കേട്ടോ കൊടുക്കുന്നത്. വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു. ഇലയൊക്കെ ഇട്ട് പിന്നെ പപ്പടം വന്നു, ചോറ് വന്നു, ചോറിനൂടെ കഴിക്കാൻ പരിപ്പ് വന്നു. പരിപ്പും പപ്പടവും കഴിച്ച് കഴിഞ്ഞപ്പോൾ സാമ്പാറിൻ്റെ ടേണായിട്ട് ആ സാമ്പാർ കഴിച്ചപ്പോൾ പിന്നെ പായസമായി, കള്ളപ്രഥമൻ, പിന്നെ പുളിശ്ശേരി വന്നു. വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ ചായ ഇട്ട് കുടിച്ചു. അതുപോലെ തന്നെ ബട്ടർ കുക്കീസും ഉണ്ടായിരുന്നു. രണ്ടും കൂടെ കഴിച്ചിട്ട് പിന്നെ രാത്രിയായി. രാത്രി നമ്മുടെ ദേശീയ ഭക്ഷണമായ ദോശയും സാമ്പാറും ആയിരുന്നു. പിന്നെ അച്ചാർ ഫാനാണ്. പിന്നെ ദോശയുടെ കൂടെ എല്ലാത്തിനോടും ഞാൻ അച്ചാർ കഴിക്കും. പിന്നെ അച്ചാറും ഇട്ട് മൂന്നും കൂടെ കൂട്ടി നന്നായിട്ട് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഫുഡ് കഴിപ്പ് കഴിഞ്ഞിട്ടുണ്ട്.